ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളില്ലേ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു പാനിപൂരി ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അമ്മയും കൂടി പറഞ്ഞോ. സത്യം പറയുകയാണെങ്കിൽ ഉണ്ടാക്കാൻ അറിയില്ലേ, ഞങ്ങൾ ഫോണിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ റെസിപ്പി ഒന്നും ഞങ്ങളോട് ചോദിക്കല്ലേ, ഞങ്ങൾ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി എങ്ങനെയാ പാനിപൂരി ഉണ്ടാക്കുന്നത് കേട്ടാ. അപ്പൊ ഇതിന് വേണ്ടപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചതച്ചെടുക്കണം. പിന്നെ പറഞ്ഞു കൊടുത്താൽ പുതിന ഇതെന്നിട്ടാ ഇഞ്ചി ഒരു കുറച്ച് ഇഞ്ചി, പിന്നെ മല്ലിയില പിന്നെ എന്നിട്ട് 2 പച്ചമുളക്, പിന്നെ 2 സബോള, പിന്നെ ഒരു മിക്സർ, പിന്നെ കുറച്ച് ഒന്ന് പിഴിയാൻ വേണ്ടിയിട്ട് നാരങ്ങ, പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞിട്ട് റെഡിയാക്കണം. പിന്നെ പാനിപ്പൂരിയുടെ ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട സാധനം കേട്ടാ. കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറഞ്ഞേ, നമുക്കിതൊക്കെ എല്ലാം കൂടി സെറ്റ് ആക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും വായോ. നമ്മൾ പാനിപ്പൂരിയുടെ മറ്റേ മസാല ഇല്ലേ, ഉള്ളിൽ ഫില്ല് ചെയ്യണ സാധനം, അത് ഉണ്ടാക്കാണ്. ദൈവമേ, വലിയ പിടുത്തതില്ല. നമ്മളിപ്പോ ഉരുളൻകിഴങ്ങ് നമ്മള് പുഴുങ്ങി വെച്ചത് അത് നമ്മൾ എന്തിട്ടാക്കി സ്മാഷ് ആക്കി കഴിഞ്ഞിട്ട് നമ്മള് കുനുകുനാന്ന് സബോള അരിഞ്ഞു, പിന്നെ മല്ലിയില ഇട്ടു, പിന്നെ പുതിനയില ഉണ്ടോ, പുതിനയില ഇട്ടു, മല്ലിയില ഇട്ടു, പിന്നെ നമുക്ക് ഉപ്പ് മുളകൊക്കെ ഇടണം. ഉപ്പ് മുളകൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇതൊക്കെ കഴിയിട്ട് എന്നിട്ട് നമുക്ക് ഉപ്പ് മുളകൊക്കെ ഇടാം. പുതിനയിലാണ് ഇപ്പൊ ഇട്ടത്. മല്ലിയില കുറച്ച് നല്ല മണം കേട്ടോ. മല്ലിയില ഇങ്ങനെ അരിഞ്ഞ് ദൈവമേ, ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്. വലിയ പിടുത്തൊന്നുമില്ല. നമ്മൾ പിള്ളേരെയും കൊണ്ടൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോഴൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടാ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പൊടിമോള് കഴിക്കും. പൊടിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. 2 ദിവസമായി ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് പാനിപ്പൂരി ഉണ്ടാക്കണമെന്ന്. പക്ഷെ എനിക്കറിയാത്ത കാരണം എനിക്കറിയില്ല, പിന്നെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു തന്നതാണ്. പക്ഷേ എനിക്ക് തോന്നി പാവം ഉണ്ടാക്കാം. കുറച്ച് ഉണ്ടാക്കണുള്ളത് തന്നെ കേട്ടോ. പിന്നെ ഇച്ചിരി നമുക്ക് പാകത്തിന് ഉപ്പിടാം. ഇതാണോ പാകത്തിന് ഉപ്പ്? കുറച്ചുകൂടി ഇടാം അല്ലേ? എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഉപ്പിട്ടിട്ട് ഇട്ടാ മല്ലിയില, പുതിനയില, സബോള, പിന്നെ ഉരുളൻകിഴങ്ങ്, ഉപ്പ്, പിന്നെ മുളക്. പിന്നെ ഇതിന് വേറൊരു സാധനം കൂടി ഇടണം. അത് നമ്മുടെ ഇല്ലാത്ത ചാറ്റ് മസാല ഒരു സാധനം ഉണ്ട്, അത് നമ്മുടെ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മസാല ഇടണം. നമുക്കൊരു മസാല ഇല്ലേ, ബീഫും ചിക്കനൊക്കെ വയ്ക്കുമ്പോഴാണ് മസാല. നമ്മളത് മതി. ഓക്കെ. ഞാനേ മസാല എടുക്കട്ടെ കേട്ടോ. നമ്മുടെ മസാല എടുക്കട്ടെ. അതെടുക്കാൻ മറന്നു. ഇനി അതും കൂടി സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല കുറച്ച് ഇതെല്ലാം കൂടി നന്നായി കുഴയ്ക്കാം. ദേവിയേ, കൈമിക്കാവും. ഒരു മണം വരുന്നുണ്ട് കേട്ടാ. ഒരു മണം ഉണ്ട് കേട്ടോ. മണം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ മണം ഉണ്ട് കേട്ടോ. ആ ഒരു മണം വരുന്നുണ്ട്. നന്നായി കുഴയ്ക്കാം. ഉപ്പ് നോക്കട്ടെ കേട്ടോ. ജസ്റ്റ് പാനിപ്പൂരിയുടെ ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ചാറ്റ് മസാലയുടെ ഒരു കുറവുണ്ട്. നല്ല തുണ്ടുപ്പിടാട്ടോ. തുണ്ടുപ്പിന്റെ കുറവുണ്ട്. ഉപ്പിന്റെ എന്തിന്റെ കുറവ്? ഉപ്പാ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ഇല്ലേ, അത് മതി. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഉപ്പ് കുറവല്ലേ? ഉപ്പ് കുറവാന്നാ പറയണേ. എരിവാ? ദൈവമേ, ഒക്കെ ഇട്ടിട്ട് ഏറ്റവും അവസാനം ഒന്നിനും കൊള്ളാത്ത പോലെ ആവരുത് കേട്ടാ. നമ്മുടെ അച്ഛനെ നമ്മൾ സർപ്രൈസ് ചെയ്ത് കൊടുക്കുന്ന സാധനം കേട്ടാ. ഇത്തിരി മിളകിട അല്ലേ? ചക്കച്ചവ ഒന്നും കൂടി നമ്മളപ്പോ നന്നായി ഇതാക്കാം. കുഴയ്ക്കുമ്പോ എന്താ മണം എന്തായാലും വീഡിയോയിൽ കിട്ടില്ലല്ലോ. കുഴയ്ക്കുമ്പോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ. അതിനെന്താ, ഒക്കെ പുഴുങ്ങി വേവിച്ചതല്ല അമ്മ. ഓക്കെ, അപ്പൊ നമുക്കിത് കുഴച്ച് വെക്കാം. ഇനി ഇതിലേക്ക് എന്തോ ഒരു പുളിവെള്ളം, ഇതിലേക്ക് ഒരു പുളിവെള്ളം ഉണ്ടാക്കണം. അത് പുളിവെള്ളം ഉണ്ടാക്കണം. അപ്പൊ പുളിവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി പുളിയൊക്കെ നമ്മള് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഇതൊന്ന് സെറ്റാക്കി ഒന്ന് അടച്ചു വെക്കാം കേട്ടാ.
അപ്പോൾ നമുക്ക് പാനിപ്പൂരിക്ക് വേണ്ട മസാല നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തോ ഒരു സാധനം എനിക്കറിയില്ല, പക്ഷെ ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയില, പുതിനയില, പച്ചമുളക്, പിന്നെ ഇഞ്ചി, ഇത് 4 ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് നന്നായി അടിച്ചിട്ട് ചിലവർ അതേപോലെ തന്നെ അതിൽ എടുക്കും. എനിക്ക് എന്തോ ഇലക്കെ ഇങ്ങനെ കിടക്കണം, എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ അരിക്കണ്. എനിക്ക് എന്തോ ഇലക്കെ ഇങ്ങനെ കിടക്കണം, തൊണ്ടയില അങ്ങനെ ഇരുന്നാലോ അങ്ങനെയൊക്കെ എന്തോ ഒരു ഇതുപോലെ തോന്നുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം എടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കി. വെള്ളം ഒഴിക്കണം. വെള്ളമല്ല ഒഴിക്കണ്ടേ, പുളിവെള്ളമാണ് ഒഴിക്കണ്ടേ കേട്ടോ. ആണോ? വെള്ളം അല്ല, പുളിവെള്ളം. പിന്നെ വെള്ളം കൊണ്ടുവച്ചിട്ടോ? വെള്ളവും വേണം. അയ്യോ, പുളിവെള്ളം എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചുണ്ടാക്കണല്ലോ കേട്ടാ. പുളി ഇങ്ങനെ പിഴിഞ്ഞത് കുറച്ച് പുളിവെള്ളം മാറ്റിക്ക്. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ വിഷമിക്കണ്ട. ഈ കളറിലെ പുളിവെള്ളം വേണ്ടേ? ആയിക്കോട്ടെ. കുറച്ച് പുളിവെള്ളം ഒഴിക്കണം കേട്ടാ. കുറച്ച് മതി. ആദ്യമായിട്ട് ഉണ്ടാക്കണ കാരണം അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. ദൈവമേ, എന്തായാലും ദൈവത്തിന് അറിയാം. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലയിൽ ഇട്ട പോലെ തന്നെ ഉപ്പ് പൊടി നീ പറയട്ടെ, കാരണം ഞാനത് കഴിച്ചിട്ടില്ല, എനിക്കറിയില്ല. പിന്നെ ഇത്തിരി നമുക്ക് ചാട്ട് മസാല ഇല്ലാത്ത കാരണം മസാല ഇതുണ്ടെങ്കിൽ നമ്മുടെ മസാല മതി. എന്റെ പൊന്നു. പിന്നെ ഇത്തിരി മുളക് പൊടി, ഒത്തിരി മതിയില്ല, വെള്ളത്തിലെ കാലത്തില്ലേ. എന്നിട്ട് നന്നായി ഇളക്കാം. പഞ്ചസാര ഉണ്ടാവതില് അറിയില്ല. ടേസ്റ്റ് ഉണ്ടോ ആദ്യം അറിയട്ടെ, നോക്കട്ടെ കേട്ടോ. എനിക്ക് പറയാലോ, എനിക്ക് മല്ലിയിലൊന്നും ഇഷ്ടമല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല, എനിക്ക് മല്ലിയിലൊന്നും ഇഷ്ടമല്ല. കുറച്ചും കൂടി പുളി വെള്ളം ഒഴിക്കാമെന്ന് വിചാരിക്കണം, അപ്പോൾ അതിനൊരു ടേസ്റ്റ് വരലെന്ന് തോന്നുന്നുണ്ട്. ആ പുള്ളി കൊടുക്കുമോ കുട്ടൂസിനെ? തുണ്ട് കയ്യിലെങ്ങനെ തരാടാ? ടേസ്റ്റർ. ഓക്കെ, നമുക്ക് ഇതും സെറ്റ് ആയില്ല കേട്ടാ. അപ്പൊ നമ്മുടെ ഈ ഒരു സാധനം ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു സാധനം കൂടി ഉണ്ട്. അത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയില്ലേ, ഈ പുളിവെള്ളം അതിൽ കുറച്ച് ശർക്കര ഇട്ടിട്ട് അങ്ങനെ കുറുക്കി എടുക്കില്ല, നമ്മൾ ഇഞ്ചപ്പുളിക്ക് ഉണ്ടാക്കില്ലേ, അതേപോലെ ഒന്ന് ചെറുതായിട്ട് ഇത്തിരി വെള്ളം പോലെ എന്നല്ല, എന്നാലും ഇത്തിരി ലൂസ് പോലെ ആക്കിയിട്ട് നമ്മൾ കുറുക്കിയെടുക്കണം. എന്നിട്ട് അതും കൂടി റെഡി ആയിട്ട് ബാക്കിയുള്ള ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി സെറ്റ് ആക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ പാനിപൂരിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ നമ്മൾ പാനിപൂരി ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കാനല്ല, കഴിക്കാൻ പോവാണ്. മസാല ആദ്യം നമ്മള് അങ്ങനെ സാധനം വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനത്തെ സാധനം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ചിടാ അല്ലേ? ഇങ്ങനത്തെ സാധനം ഇടാ. പിന്നെ ആ പുളിവെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര, മസാല, പുളിവെള്ളം ഒക്കെ കൂടിയിട്ട് കുറുക്കി എടുക്കണതാണ് കേട്ടോ. മിണ്ടാട്ടിക്ക് പേടിയാ. ഇത്തിരി വെച്ചാൽ മതി. ഈ ടേസ്റ്റ് അപ്പൊ നിങ്ങക്ക് സെറ്റ് ആവില്ല. ഇത് മിക്സർ ഇടാ. മസാല കുറച്ചും കൂടി ഇടായിരുന്നു കേട്ടോ, പാനിപ്പൂരിയുടെ മസാല. ഞാനിടാല്ലേ? ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. പൊടി ആദ്യത്തെ പരീക്ഷണത്തിന് പാടിയൊക്കെ പോവും. പക്ഷെ ഞാൻ ഈ സാധനം കൂടുതലിട്ടു, കാരണം എനിക്ക് മധുരം തോന്നുന്നുണ്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറയാലോ, ടേസ്റ്റ് ഉണ്ട് കേട്ടാ. കൊടുക്കാം. ഓരോരോ വെച്ചിടാ. ഇട്ടാ ഇത് ലേശം മതിട്ടോ കിട്ടോ. ഞാൻ കൂടുതല് പുളിവെള്ളം ഇട്ടു, എനിക്ക് പറ്റിയില്ല. പിന്നെ മിച്ചറിട്ട് കുറച്ചിടാ. ഞാനിട്ടാ വായിലിക്കിട്, ഫുള്ളിടു. അവിടേക്ക് പോ. എക്സ്പ്രഷൻ ഇറക്കാൻ പറ്റണില്ല, വായിൽ ഫുള്ള് വായിലിരിക്കാതെ പറഞ്ഞ കഴിക്കട്ടെ. എനിക്ക് പുളിവെള്ളം
കൊണ്ടുവാ പഞ്ചസാര വന്നിട്ടില്ലേ ഞാൻ എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ ഉണ്ടാക്ക് തിരു കൂടുതലിട്ടോ കുട്ടൂസ് എന്താ കുട്ടൂസ് പറ്റിയേ അപ്പല്ലോ ടേസ്റ്റ് ഉണ്ട് ഇവർക്ക് കൊതിയായിരുന്നു ഇവര് കഴിച്ചിട്ടില്ലാന്ന് കുറച്ച് വെച്ചാൽ മതിട്ടോ അങ്ങനെയാണെങ്കിൽ മധുരം കൂടും നേരത്തോണ്ട് ഇവനെ പിന്നെ മല്ലിയല്ലേ പിന്നെ കുഴപ്പമില്ല ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കണത് എന്തുണ്ടാവും എനിക്കറിയില്ല ചേച്ചിയുടെ എക്സ്പ്രഷൻ നോക്കി ചേച്ചി ആദ്യമായിട്ട് കഴിക്കണേ സൂപ്പറല്ലേ അപ്പൊ ഇനി ഞാനൊന്ന് അമ്മയ്ക്ക് കൊടുത്തു നോക്കാം കേട്ടാ അമ്മയ്ക്ക് ഞാൻ പുളി ഞാൻ കൂടുതലിട്ട് കൊടുക്കും അമ്മയ്ക്ക് തെറിച്ചങ്ങോട്ട് ആദിൽ വേഗം വായിരിക്കട്ടോളാം കേട്ടാ ഇപ്പൊ ഇത് പൊട്ടിത്തെറിക്കും അബയുടെ റിയാക്ഷൻ വീഡിയോ ഞാൻ കാണിച്ചു തരാവേ അബയുടെ നോക്കട്ടെ പാനിപൂരി കഴിച്ചില്ലെങ്കിലും പക്ഷെ ടേസ്റ്റ് ഉണ്ട് മണുണ്ട് നമ്മളെ കളയെ പോലെ പാനിപ്പൂരി വിൽക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ മണം വരില്ല ആ മണം ഉണ്ട് കേട്ടോ ടേസ്റ്റ് ഇല്ലല്ലോ ഇപ്പൊ നമ്മുടെ ആദ്യത്തെ പരീക്ഷണം ചിലപ്പോൾ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മള് ചാറ്റ് മസാല ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും അതുപോലെ തന്നെ കഴിക്കാൻ പറ്റും ഇവിടെ കഴിക്കാൻ പോളെ അഞ്ച് പോക്ക് രണ്ടാമത്തെ പ്രശ്നത്തേക്ക് ഓക്കെ ഇല്ല ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഈ സാധനം മസാല അല്ലേ കുട്ടൂസ് കുറെ കഴിച്ചു ഇതിനൊക്കെ മുമ്പ് കുറെ കഴിച്ചു സൈക്കിൾ ഓടിക്കാൻ പോയേക്കാം വയലാറിന്ന് പറഞ്ഞിട്ട് ഇനി അമ്മാമ്മയ്ക്കും മാമനും കൊടുക്കണം അവരുടെ റിയാക്ഷൻ എങ്ങനെയുള്ളത് നോക്കാം അമ്മാമ്മയാണ് ഇതൊക്കെ വാങ്ങിക്കാൻ എനിക്ക് കാശ് തന്നത് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയാലോ കാരണം നമ്മള് കൊടുത്തില്ലെങ്കിൽ ഒരു ഇതും കൂടെ കഴിക്കാം ബാക്കി ഇരുന്നല്ലേ അപ്പൊ എങ്ങനെയുണ്ട് ടേസ്റ്റ് ടേസ്റ്റില്ലേ ഇവര് 8 പ്രാവശ്യം കഴിച്ചെന്നൊക്കെ പറഞ്ഞ ആളാട്ടാ അറിയില്ല ഇഷ്ടമില്ലെന്ന് അവരുടെ ഇഷ്ടം അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ അച്ഛനെ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും അച്ഛൻ 6 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്കൊക്കെ വരല്ലോ ചാട്ടും ഈ സമയത്ത് തന്നെ വരല്ലോ അത് കാരണം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി എല്ലാവർക്കും ശുഭദിനം അടുത്ത വീഡിയോക്ക് ടാറ്റാ പിന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ ടാറ്റാ